നമസ്കാരം, എല്ലാവർക്കും ടെക്സാറ്റ് ഫുഡിൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ പ്ലസ് ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡിഷ് സെറ്റപ്പ്. കാണാം. ഓക്കെ, ഒരു സാറ്റലൈറ്റ് റിസീവറുടെ തന്നെ അൺബോക്സിംഗ് ആണ് നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ സോളിഡ് ബ്രാൻഡിൽ വരുന്ന 7272 എന്ന് പറയുന്ന ഒരു ലോ കോസ്റ്റ് HEVC ബോക്സാണ്. അത്യാവശ്യം ഫീച്ചേഴ്സ് എല്ലാം വരുന്ന നല്ലൊരു ബോക്സാണ്. ലോ കോസ്റ്റ് ആണെങ്കിൽ നല്ലൊരു ബോക്സാണ്. നമ്മൾ മുൻപ് 6363 അൺബോക്സ് ചെയ്തിരുന്നു. ഏകദേശം അതേ ലുക്ക് തന്നെ, അതേ വലിപ്പം തന്നെ, അതേ സൈസ് തന്നെ എല്ലാം വരുന്ന സെയിം ബോഡിയോടുകൂടി വരുന്നൊരു ബോക്സാണ്. പുറം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് ബോക്സ് ഒരുപോലെ തന്നെ ഇരിക്കും. പക്ഷേ ഉള്ളിലുള്ള ബോർഡും ചിപ്സെറ്റും എല്ലാം വ്യത്യാസമാണ്. വേറെ ഒരു ബോർഡ്, വേറെ ചിപ്സെറ്റും ഒക്കെ വരുന്നൊരു ബോക്സാണിത്. നല്ലൊരു ലോ കോസ്റ്റ് HEVC ബോക്സാണിത്. നമുക്ക് സോളിഡ് ഇറക്കുന്നതിൽ മോണ്ടേജ് ചിപ്സെറ്റ് 8051 വരുന്ന ഒരു ബോക്സാണ്. അതിൽ കവറിൽ തന്നെ അത്യാവശ്യം കാര്യങ്ങളെല്ലാം അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. വൈഫൈ, ഫുൾ HD 1080p, യൂട്യൂബ്, IPTV, DLNA, DD ഫ്രീ ഡിഷിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിലെല്ലാം ഒരു പുറത്ത് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 6363 സെയിം തന്നെയാണ്. ഈ ഒരു ബോക്സിന് പുറത്ത് തന്നെ അവർ അതിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സ്, ഫങ്ഷൻ ഫീച്ചേഴ്സ് എല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ്, DB, S2, S2X, അതുപോലെ തന്നെ MPEG to MP4, 1080i വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ 4000 ചാനൽ, 2000 ട്രാൻസ്പോണ്ടർ സേവ് ചെയ്യാം. ഡൈസക്ക് 1.0, 1.2 വരെ സപ്പോർട്ട് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിലൊരു മെൻഷൻ ചെയ്തിട്ടുണ്ട്. ബോക്സിൻ്റെ സൈഡിൽ ഒരു ഡിസ്ക്ലൈമർ, വാർണിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ബോക്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത്, അതിൻ്റെ ആക്സസറീസ്, അതിൻ്റെ ബോക്സ് ഒക്കെ നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന അതിൻ്റെ AV കേബിളാണ്. അത് രണ്ട് സൈഡും RCA ജാക്ക് വരുന്ന AV കേബിളാണ്. ഓക്കെ, നമുക്ക് ഈ ലോ കോസ്റ്റ് ബോക്സിൻ്റെ ഒന്നും കൂടെ നോർമലി HDMI കേബിൾ വരാറില്ല, നമ്മൾ അഡീഷണൽ വാങ്ങേണ്ടതാണ്. പിന്നെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ളൊരു AV കേബിൾ തന്നെയാണിത്. അതിൻ്റെ കൂടെ വരുന്നത് സോൾഡിൻ്റെ ഒക്കെ എല്ലാ ബോക്സിൻ്റെയും കൂടെ വരുന്നൊരു അഡാപ്റ്റർ തന്നെയാണ്, പവർ അഡാപ്റ്റർ. എനിക്ക് തോന്നുന്നത് 12 വോൾട്ട് 1 ആമ്പിയർ ആണ് എല്ലാ ബോക്സിൻ്റെയും കൂടെ വരുന്നത്. ഇതിൻ്റെ നമുക്ക് നോക്കാം എങ്ങനെയാണ് പവർ റേറ്റിംഗ് എന്നുള്ളത്. അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള കേബിൾ, സെയിം ഒക്കെ നമ്മൾക്ക് 6363 എല്ലാം കൂടെ വരുന്ന സെയിം അഡാപ്റ്റർ തന്നെയാണ്. അതെ, 12 വോൾട്ട് 1 ആമ്പിയർ അഡാപ്റ്റർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതോടെ നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തത് നമ്മുടെ റിമോട്ടാണ്. അതും സെയിം റിമോട്ട് തന്നെ, നമുക്ക് സോൾഡിൻ്റെ 8181, 6363 എല്ലാം വരുന്ന 200 Pro എല്ലാം വരുന്ന സെയിം റിമോട്ട് തന്നെ. ഹാൻഡി ആയിട്ടുള്ള റിമോട്ടാണ്. ഓക്കെ, നല്ല ക്വാളിറ്റിയുള്ള റിമോട്ടാണ്. ഓക്കെ, അപ്പോൾ അതും നമുക്കൊന്ന് മാറ്റി വെച്ചിട്ട് വേറെ എന്താ ബോക്സിലുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി ഫൈനലി നമ്മുടെ സെറ്റപ്പ് ബോക്സാണ്. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ തവണ അൺബോക്സ് ചെയ്ത സെയിം 6363 ബോക്സിൽ വേറെ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ബോക്സ് നമുക്കൊന്ന് കവറൊക്കെ റിമൂവ് ചെയ്ത് നോക്കാം. 6363 അതേ സെയിം ബോക്സ് തന്നെ, അതേ സെയിം ബോർഡ് തന്നെ. പുറത്ത് ആ എഴുതിയിരിക്കുന്നത് മാത്രമാണ് വ്യത്യാസമുള്ളത്. ബാക്കി ഔട്ടർ ലുക്ക് കംപ്ലീറ്റ് ആ ഒരു 6363 ഒക്കെ ലുക്ക് തന്നെയാണ്. വളരെ ചെറിയ ബോക്സാണ്, അതായത് മിനി ബോക്സ് എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ ഒരു ബോക്സാണ്. നമുക്ക് ടിവിയുടെ ബാക്കിലൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാം. ഒരു IR സെൻസർ എക്സ്ട്രാ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടിവിയുടെ ബാക്കിലൊക്കെ ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബോക്സ് തന്നെയാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഒരു USB പോർട്ടും, അതുപോലെ തന്നെ എക്സ്ട്രാ നമുക്കൊരു IR സെൻസർ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും. റൈറ്റ് സൈഡിൽ എയർ വെൻറ്റിലേഷൻ മാത്രമേ ഉള്ളൂ. റിയറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ 2 LNB പോർട്ട്, ഒന്ന് ഇന്ന് ഒന്ന് ഔട്ട്. അതുപോലെ തന്നെ USB, HDMI, RCA ജാക്ക്, 12 വോൾട്ട് DC പവർ ഇൻപുട്ട്. അത്രയാണ് ഇതിനകത്ത് റിയറിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബോക്സിൻ്റെ ഔട്ടർ സൈഡിൽ വരുന്ന കാര്യങ്ങൾ. റിയർ നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെൻറ്റിലേഷൻ തന്നെയാണ്, എയർ വെൻറ്റിലേഷന്. പിന്നെ ഫ്രണ്ടിൽ കുറച്ച് കീസ് വരുന്നുണ്ട്. ചാനൽ അപ്പ് ആൻഡ് ഡൗൺ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ, മെനു, ഓക്കെ, അങ്ങനെ കുറച്ച് കീസ് ഫ്രണ്ടിലും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക്
ഇതിലെങ്ങനെയാണ് ഹലോബോക്സിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നൊക്കെയുള്ളത് നോക്കാം. ഇതാണ് നമ്മുടെ വർക്ക് ബെഞ്ച്. ഇത് നമ്മൾ മുമ്പ് പല വീഡിയോയിലും കാണിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതിലാണ് നമ്മൾ ബോക്സ് അഴിച്ചിട്ട് IC റിമൂവ് ചെയ്തിട്ട് വേണം നമുക്കിതിൽ ഹലോബോക്സിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ. നമുക്ക് ആദ്യം അതിനുള്ളിൽ ബോർഡ് ഏതാണെന്നുള്ളത് 8051 ആണോ 8001 ആണോ എന്നുള്ളത് നോക്കാം. 8051 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് IC റിമൂവ് ചെയ്ത് മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്ലാഷ് IC റിമൂവ് ചെയ്ത് നമ്മൾ പ്രോഗ്രാമറിൽ വെച്ചിട്ട് ഒരു ലാപ്ടോപ്പിൻ്റെ PCയുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതല്ല 8001 ചിപ്സെറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ USB ത്രൂ അല്ലെങ്കിൽ യൂബൂട്ട് ത്രൂ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്ന് ബോക്സ് റിമൂവ് ചെയ്ത് ഫ്രണ്ട് പാനലൊന്ന് മാറ്റി വെച്ച് നോക്കാം. ഓക്കെ, ഇതാണ് ഫ്രണ്ട് പാനൽ നമുക്ക് മാറ്റി വെച്ച് നോക്കാം. അതിന് ചിപ്സെറ്റ് വരുന്നത് അതിൽ ബോർഡിൽ നോക്കിയാൽ നമുക്ക് കാണാം 8051 എന്ന് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. 8051-01 ബ്രാക്കറ്റിലെ അത് 8051 ചിപ്സെറ്റ് വരുന്ന ബോക്സാണ്. അതിനോട് ചേർന്ന് കാണുന്ന ആ മുകളിൽ കാണുന്നതാണ് ഫ്ലാഷ് IC. അപ്പോൾ അതാണ് നമുക്ക് റിമൂവ് ചെയ്ത് പ്രോഗ്രാം ചെയ്യേണ്ടത്. ആ ഒരു IC റിമൂവ് ചെയ്തിട്ടാണ് പ്രോഗ്രാം ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്. IC റിമൂവ് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, കുറച്ച് ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണത്. ഓക്കെ, നമ്മൾ ബ്ലോറോ അല്ലെങ്കിൽ പോയിൻ്റ് ടിപ്പ് സോൾഡറിങ്ങാണോ ഒക്കെ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനി അടുത്തായിട്ട് നമുക്ക് ആ സോഫ്റ്റ്വെയർ പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഹലോ മെർജർ 1.4 എന്ന് പറയുന്ന വെർഷൻ ആണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ മുമ്പ് ഇത് ഡീറ്റെയിൽഡായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽഡായിട്ട് അറിയാത്തവർക്ക് അതൊന്ന് നോക്കിയാൽ കൂടുതലായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ അതിൽ നമ്മൾ സോഴ്സ് ഫയൽ സെലക്ട് ചെയ്യുക, അതാണ് ഇമ്പോർട്ട് ഫ്രം എന്നുള്ളത്. അപ്പോൾ ഇതിൽ കിടന്ന പഴയ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന നല്ല സോഫ്റ്റ്വെയർ, റിമോട്ടൊക്കെ വർക്ക് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. 7272 ബിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഞാൻ സേവ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ഹലോബോക്സിൻ്റെ CS8001 അതാണ് നമ്മൾ രണ്ടാമത് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്ത് ഞാനിത് രണ്ടും എൻ്റെ സിസ്റ്റത്തിൽ സേവ് ചെയ്തിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് റിമോട്ടും ഫ്രണ്ട് പാനലും എല്ലാം ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഓക്കെ, ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്തു. അല്ലെങ്കിൽ നമ്മൾ സോഴ്സ് എവിടെയാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫയലിനൊരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം 7272 എന്ന് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, അതിൽ ഓൾറെഡി 7272 എന്നൊരു ഫയൽ കിടപ്പുണ്ട്. ഓക്കെ, ഞാനത് റീപ്ലേസ് ചെയ്ത് പുതിയ ഫയൽ നമ്മളോട് സേവ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് അത് സക്സസ് ആയിട്ടുണ്ട്. ഫയൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫയൽ ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഫയൽ ഡെസ്റ്റിനേഷൻ ഡെസ്ക്ടോപ്പാണ് കൊടുത്തിരുന്നത്. ആ ഡെസ്ക്ടോപ്പിൽ ഫയൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. yes7272.bin ആ ഒരു ഫയൽ ബൈനറി ഫയൽ നമുക്കവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രോഗ്രാമർ. CH341A എന്ന് പറയുന്ന പ്രോഗ്രാമർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് 25 സീരീസ് വരുന്ന ഫ്ലാഷ് ICയും 24 സീരീസ് വരുന്ന WPROM ICസും നമുക്കിത് വെച്ചിട്ട് പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഈ പ്രോഗ്രാമർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ 25 സീരീസ് ICs പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ 1 and 2 പിൻ നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കണം. അതിൽ കാണാം, നമുക്ക് അതിൻ്റെ എഴുതിയിട്ടുണ്ട് 1 and 2 പിന്ന് തമ്മിൽ നമ്മൾ ഷോർട്ട് ചെയ്ത് കൊടുക്കാം. ഇത് പ്രായോഗികമായിട്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കലായിട്ട് അറിവുള്ളവർ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അല്ലെങ്കിൽ ബോക്സും ICയും ഒക്കെ ഡെഡായി പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അങ്ങനെ അറിവില്ലാത്തവർ ഒരു ടെക്നീഷ്യൻ്റെ സഹായത്തോടു മാത്രം ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാനതിൽ റിമൂവ് ചെയ്ത IC നമ്മുടെ ഈ ഒരു ചെറിയ ബോർഡിലേക്ക് ഞാൻ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. കാണാം, ഒരു കാണുന്നതാണ് നമ്മൾ റിമൂവ് ചെയ്തെടുത്ത IC. നമ്മളതിലേക്ക് വൃത്തിയായിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പോർട്ടുണ്ട്, അത് കറക്റ്റായിട്ട് നോക്കി പിന്നെ കറക്റ്റായിട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. ഓക്കെ, അപ്പോൾ അതിനുശേഷം നമുക്ക് ആ മുകളിൽ കാണുന്ന 4 പിന്നാണ് നമ്മുടെ 25 സീരീസ് ICs ഫ്ലാഷ് ICs പ്രോഗ്രാം ചെയ്യാനുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു ബോർഡ് പിന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. അത് ശ്രദ്ധിക്കുക, 1 എന്ന് പറയുന്ന പിന്ന് വരേണ്ട പൊസിഷൻ നോക്കുക. അതിനുശേഷം ആ ഒരു ജാക്കി ബോർഡിലേക്ക് സാധനം ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ ലോക്കായി, ഇനി അത് റിമൂവ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ പ്രോഗ്രാമർ നേരെ നമ്മൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഒരു പ്രോഗ്രാമറിൻ്റെ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ഇതിലേക്ക് ലോഡ് ചെയ്യുന്നത്, നമ്മുടെ സോഫ്റ്റ്വെയർ ഇതിലേക്ക് ലോഡ് ചെയ്യുന്നത്. ഓക്കെ, പ്രോഗ്രാമർ കണക്റ്റായി, നമ്മുടെ റെഡ് ലൈറ്റ് കത്തി, അതായത് ഇൻഡിക്കേഷൻ വന്നിട്ടുണ്ട്, പ്രോഗ്രാമർ കണക്റ്റായി എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ IC സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ ഡിറ്റക്റ്റ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഡിറ്റർമൈൻ ദ ചിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ഡിറ്റക്റ്റ് ആയിക്കോളും. ഓക്കെ, അവിടെ നമുക്ക് IC ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. EN25Q64 എന്ന് പറയുന്ന IC ആണ്. 64 ബിറ്റ്
ഐ സി ആണ്, അത് ഓൾറെഡി ഡിറ്റക്റ്റ് ആയി. അപ്പോൾ നമുക്കിനി ഐ സിയിൽ പ്രോഗ്രാം ഉള്ളതൊന്ന് നോക്കി നോക്കാം എന്താണുള്ളതെന്നുള്ളത്. അപ്പോൾ ജസ്റ്റ് റീഡ് കൊടുക്കുക. റീഡ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു കുറച്ച് ടൈം എടുക്കും, അതൊരു 30 സെക്കൻഡോളം എടുക്കും പ്രോഗ്രാം റീഡായി വരാൻ. അതായത് അതിനകത്ത് എന്ത് പ്രോഗ്രാമാണ്, ഏത് പ്രോഗ്രാമാണ് അതിനകത്തുള്ളത് ആണെങ്കിൽ അതിൻ്റെ ബാക്കപ്പ് എടുത്ത് വെക്കാനോ ഒക്കെ ഉള്ളൊരു സംവിധാനം നമുക്കിതിൽ തന്നെ പറ്റും. ഓക്കെ, നമ്മൾ ഓൾറെഡി ബാക്കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡംപ് ഫയൽ നമ്മൾ ബാക്കപ്പ് എടുത്ത് വെച്ചുള്ളതുകൊണ്ട് ഞാൻ ബാക്കപ്പ് എടുക്കുന്നില്ല. ഓക്കെ, അതൊന്ന് ആദ്യം അതിലുള്ള പ്രോഗ്രാം നമുക്ക് ഡിലീറ്റ് ചെയ്തതിന് ശേഷം പുതിയൊരു സോഫ്റ്റ്വെയർ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം ഒരു 30 തൊട്ട് 1 മിനിറ്റ് വരെ, 30 സെക്കൻഡ് തൊട്ട് 1 മിനിറ്റ് വരെ എടുക്കാവുന്ന ഒരു പ്രോസസ്സാണ്. അത് ചിപ്പ് സൈസൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. ഓക്കെ, നമ്മുടെ ഐ സി റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയാറായിട്ടുണ്ട് ഏകദേശം. ഓക്കെ, ഐ സി റീഡായിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇതിലുള്ള പ്രോഗ്രാം നമുക്ക് ഡിലീറ്റ് ചെയ്ത് കളയണം. അതിന് വേണ്ടിയിട്ട് ഇറേസ് ദ ചിപ്പ് എന്നുള്ളത് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ കഴിയും. ഓക്കെ, അത് ഇറേസിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഐ സി ഫുൾ ബ്ലാങ്ക് ആണ്. ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ലോഡ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണോ ഇതിലേക്ക് കയറ്റാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പിൽ 7272 എന്ന് പറയുന്ന ഫയൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മൾ അത് 00 എന്നുണ്ടായിരുന്ന കംപ്ലീറ്റ് അവിടെ കുറച്ച് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് അത് അവിടെ സോഫ്റ്റ്വെയർ ലോഡായി. അതിന് ശേഷം റൈറ്റ് കൊടുക്കുക. റൈറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ 8 MB ചിപ്സെറ്റ് ആയതിന് അതിലേക്ക് 4 MB സോഫ്റ്റ്വെയർ ആണ് കയറുന്നത്. അത് ഓക്കെ ആണോ എന്നാണ് ചോദിച്ചത്. ഓക്കെ ആണ്, നമ്മൾ കൊടുത്തു. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കുന്ന ഒരു ലെങ്തി ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു 1 മിനിറ്റോളം എടുക്കാറുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞോട്ടെ, ഇങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അതായത് സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് മാത്രം ചെയ്യുക. ബോക്സ് ഡെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന ഒരു സ്വന്തം റിസ്കിൽ മാത്രം ചെയ്യുക. ഓക്കെ, നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും നമുക്കിവിടെ റെക്കോർഡ് ആവുന്നുണ്ട്. നമുക്കത് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം ചിപ്പ് റെക്കഗ്നൈസ് ചെയ്തു, റീഡ് ചെയ്തു, അതിനുശേഷം അതിലുണ്ടായിരുന്ന ഡേറ്റ ഇറേസ് ചെയ്തു, അതിനുശേഷം ഫയൽ ഓപ്പൺ ചെയ്തു, അതിനുശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത ആ ഒരു ഫയൽ അതിലേക്ക് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, റെക്കോർഡിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ ഐ സിയിലേക്ക് റൈറ്റ് ആയി കഴിഞ്ഞു. ഇനി അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഐ സി ഇതിൽ നിന്ന് റീപ്ലേസ് ചെയ്ത് നമ്മൾ ബോക്സിലേക്ക് വീണ്ടും റീസോൾഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയി. ആ ഒരു ഐ സി ഞാൻ തിരിച്ച് ഇതിലേക്ക് തന്നെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മൾ ബോക്സ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ബോക്സ് ഫസ്റ്റ് ടൈം റൺ ചെയ്യുമ്പോൾ ഒരു DB ഫൈൻഡർ വെച്ചിട്ട് നമ്മളൊരു കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ഞാൻ ഓൾറെഡി സ്കിപ്പ് ചെയ്താണ് കാണിക്കുന്നത്. അത് ഓൾറെഡി നമ്മൾ DB ഫൈൻഡർ വെച്ചിട്ടൊന്ന് സ്കാൻ ചെയ്തതിന് ശേഷം ഒരു കോഡ് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് ഞാൻ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തിപ്പോൾ. അതിനുശേഷം നമ്മൾ TV-യിൽ കണക്ഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പവർ, LNB കേബിൾ, വൈഫൈ, HDMI കേബിൾ 4 കണക്ഷൻസ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് പവർ ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ തന്നെ സക്സസ് ആയിട്ടുണ്ട്. freedb.com എന്നുള്ളൊരു ലോഗോ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് അതിൻ്റെ ഇൻ്റർഫേസ് എല്ലാം കാര്യങ്ങൾ നമ്മൾ മുമ്പ് HELLOBOX 8ൻ്റെ അൺബോക്സിങ് ചെയ്തിട്ടുള്ള അതിൽ വരുന്ന സെയിം ഇൻ്റർഫേസും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഓരോ മെനുവും എടുത്ത് കാണിക്കുന്നില്ല. പക്ഷേ എന്നാലും ചെറിയ വ്യത്യാസങ്ങളുള്ള മെനു ഭാഗമൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. HELLOBOX 8, HELLOBOX V5+, അതിലൊക്കെ ഏകദേശം സെയിം ഇൻ്റർഫേസ് തന്നെയാണ് വരുന്നത്. ഇതിൽ വ്യത്യാസമുള്ളത് ഈ ഒരു ആപ്പ് അതിനകത്തൊക്കെ വരുന്ന ഒരു ലുക്കിൽ മാത്രമുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിനകത്ത് നമുക്ക് IPTV, M3 പ്ലെയർ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. സിസ്റ്റം സെറ്റിങ്സ് അതുമെല്ലാം HELLOBOX 8ൽ വരുന്ന സെയിം തന്നെയാണ്. എക്സ്പാൻഷൻ ഇതിനകത്താണ് നമ്മൾ പവർ വ്യൂ, ഓട്ടോറോളൊക്കെ ബിസ്കിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെറ്റ്വർക്ക് മെനുവിലാണ് നമ്മൾ വൈഫൈ കണക്ടിവിറ്റി, എസ്കാമിൻ്റെ കണക്ടിവിറ്റി ഒക്കെ നോക്കുക. വൈഫൈ നമ്മളിപ്പോൾ ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കണക്റ്റഡ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എസ്കാമും ഞാനിന്ന് ജസ്റ്റ് ഫസ്റ്റ് ആക്ടിവേഷൻ ഞാൻ ചെയ്ത് കഴിഞ്ഞു വൈഫൈ കണക്ട് ചെയ്തപ്പോൾ തന്നെ. ഓക്കെ, അതെല്ലാം വർക്കിംഗ് ആണ്, എല്ലാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ചാനൽ സ്കാനിങ് കൂടെ നോക്കിയതിന് ശേഷം വൈൻഡപ്പ് ചെയ്യാം.
ഇൻ്റൽസാറ്റ് 17 എല്ലാവരും യൂസ് ചെയ്യുന്നൊരു സാറ്റലൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചാനൽ സ്കാനിങ്ങോടെ നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. എന്നിട്ട് സിഗ്നൽ ക്വാളിറ്റി ഒക്കെ എങ്ങനെയാണ് ഇതിൽ കാണിക്കുന്നത്, ആ ഒരു ഇൻഫോ ബാർ കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. ഓക്കെ, LNB ഫ്രീക്വൻസി നമ്മൾ 5150 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ നോർമൽ LNB ആയതുകൊണ്ടാണ് 5150 സെലക്ട് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം ഡൈസെക് പോർട്ട് ഞാൻ 8 പോർട്ട് ഡൈസെക്കിൻ്റെ പോർട്ട് 1ലാണ് ഇൻ്റൽസാറ്റ് 17 കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻ്റൽസാറ്റ് 17 നമ്മൾ ടിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം റെഡ് കീ അമർത്തി സിംഗിൾ സ്കാൻ സെലക്ട് ചെയ്യുക. ചാനൽ ഫ്രീ ടു എയർ ആണോ പെയ്ഡ് ചാനൽസ് ആണോ, ഞാൻ ഓൾ സെലക്ട് ചെയ്തു. അതിനുശേഷം ബ്ലൈൻഡ് സ്കാൻ സെലക്ട് ചെയ്യുക, സെർച്ച് കൊടുത്തു. ഓക്കെ, ഇവിടെ ചാനൽ സ്കാനിങ് നടക്കുന്നുണ്ട്. ഏകദേശം 8% ആയിട്ട് ഉള്ളത് 32 ചാനലോളം കയറിയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉപകാരപ്രദമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുകൂടാണ്ട് വീഡിയോസ് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും റിവ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് റിവ്യൂസ് ആയിക്കോട്ടെ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ മുതൽ നമുക്കത് കറക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാനും ഒക്കെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, നമ്മുടെ ഇൻ്റൽസാറ്റ് 17 ഞാൻ ജസ്റ്റ് ചാനൽ പ്രിവ്യൂസ് ഒന്നും കാണിക്കുന്നില്ല, ജസ്റ്റ് ഒരു ചാനൽ ഒന്ന് ജസ്റ്റ് കാണിക്കുന്നതെന്ന് മാത്രം, ആ ഒരു ഇൻ്റർഫേസും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മുടെ സിഗ്നൽ ക്വാളിറ്റി കാര്യങ്ങളും എല്ലാം ഇൻഫോ ബാറിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ സോളിഡ് 7272ൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അതുകൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തേക്കുക. അതുകൂടാണ്ട് ഞങ്ങളുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോട് ചേർന്നുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി എനേബിൾ ആണെന്ന് ഒന്ന് ഉറപ്പ് വരുത്തിയേക്കാം. അപ്പം ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.